ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് അജ്മീർ ദർഗാ ഷെരീഫിൻ്റെ മുകൾ ഭാഗത്ത് താരാഗഡ് പർവ്വതത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹോസ് പാക്ക് ചില്ല എന്നറിയപ്പെടുന്ന ദർഗാ ഷെരീഫിനെ കുറിച്ചാണ്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ 20ാമത്തെ എപ്പിസോഡ് ആൻഡ് ലാസ്റ്റ് എപ്പിസോഡും കൂടിയാണ് ഈ എപ്പിസോഡ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അജ്മീറിലാണ്. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം അജ്മീറിൻ്റെ എപ്പിസോഡുകൾ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്തതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഹോസ് പാക്ക് ചില്ലയെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ ഒരുപാട് ദിവസം നീണ്ടു നിന്ന അജ്മീർ കാശ്മീർ യാത്രയിൽ നമ്മുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായ അജ്മീർ ദർഗയുടെ മുമ്പിൽ അൽഹംദുലില്ലാ നമ്മൾ എത്തിയിട്ടുണ്ട്. വിവിധങ്ങളായ സ്റ്റേറ്റിൽ വിവിധ സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ സിയാറത്ത് ചെയ്തു. കാശ്മീരിലൊക്കെ പോയി. ഇപ്പോൾ അജ്മീറിലാണ്. ഇനി അഹമ്മദാബാദ് കൂടി സിയാറത്ത് ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നത്. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ അജ്മീറിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ കാണുന്ന ദർഗയുടെ മുകൾ ഭാഗത്തായിട്ട് ഈ കാണുന്ന ഹൗസ് പാക്ക് ചില്ല എന്നറിയപ്പെടുന്ന ഈ ദർഗാ ഷെരീഫ്, അവിടുത്തെ മക്ബറകൾ ഒക്കെ സന്ദർശിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ യാത്രയിൽ തമിഴ്നാട്ടിലെ ചെന്നൈ, മഹാരാഷ്ട്രയിലെ നാഗ്പൂർ, യു പിയിലെ ആഗ്ര, പഞ്ചാബിലെ അമൃത്സർ, ഗോൾഡൻ ടെമ്പിൾ, വാഗ ബോർഡർ, കാശ്മീരിലെ വിവിധ സിയാറത്ത് കേന്ദ്രങ്ങൾ, ജയ്പൂർ, ജോധ്പൂർ, രാജസ്ഥാനിലെ തന്നെ നാഗോർ ഷെരീഫ്, റോഡ് ഷെരീഫ്, സാമ്പാർ ഷെരീഫ് തുടങ്ങി വിവിധങ്ങളായ സിയാറത്ത് കേന്ദ്രങ്ങൾ നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മൾ ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മലയുടെ ആ മുകളിലേക്ക് പോവുകയാണ്. ദർഗയിൽ നിന്ന് പുറത്തിറങ്ങി താരാഗഡ് മലയിലേക്ക് പോകുന്ന ഈ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ട് നമ്മൾ പോവുകയാണ്. വണ്ടിയിൽ പോകുന്ന റോഡ് മാർഗമുള്ളൊരു വഴിയുണ്ട്. അതുകൂടാതെ നടന്നു പോകുന്ന വഴികൾ തന്നെ 2 ഉണ്ട്. അതിൽ ഡായ്ദിൻ കാ ചോപ്പട മസ്ജിദ് എന്ന പള്ളിയുണ്ട്. ആ പള്ളി എത്തുന്നതിന് മുമ്പ് മുകളിലോട്ട് തിരിഞ്ഞു പോകുന്ന ഈ ഒരു വഴി, ഈ വഴിയാണ് ഒന്ന്. ഇതിൽ ഫുള്ള് സ്റ്റെപ്പുകളായിരിക്കും. മറ്റൊന്ന് ആ ഡായ്ദിൻ കാ ചോപ്പട മസ്ജിദിൻ്റെ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയിട്ട് കല്ലുകളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന കുറച്ചുകൂടി കയറാനൊക്കെ പ്രയാസകരമായൊരു വഴിയുണ്ട്. ആ വഴിയുണ്ട്. ഈ റൂട്ടിൽ ഫുള്ള് ഇതുപോലെ സ്റ്റെപ്പുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനീ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അവിടെ പരിചയമില്ലാത്ത ആളുകൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യതയില്ല. ഏതായാലും നിങ്ങൾക്ക് അവിടെ ചോദിച്ചാൽ ആരും ഈ വഴികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ നമ്മൾ ഈ വഴിയിലൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഹൗസ് പാക്ക് ചില്ലയാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ തൊട്ട് മുമ്പ് ഇവിടെ മറ്റൊരു മക്കാമുണ്ട്. മഹാനായ സൂഫി ഷാ മുഹമ്മദ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വലിയുള്ള എന്നിവരുടെ മക്ബറയാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മക്ബറ, അവരുടേതാണ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിലോട്ട് കയറിയാലാണ് ബഹുമാനപ്പെട്ട ഹൗസ് പാക്ക് ചില്ല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും ഇതിലൂടെ കയറി പോകുന്ന ആളുകളൊക്കെ ഇവിടെയും സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് മുകളിലേക്ക് വീണ്ടും കയറാറുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റു ചില മഹാന്മാരും അന്തി ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ നമ്മളൊന്ന് സിയാറത്ത് ചെയ്തു. ഉടനെ വീണ്ടും മുകളിലേക്ക് കയറി തുടങ്ങി. വീണ്ടും കുറച്ചുകൂടി പടികൾ മുകളിലേക്ക് കയറിയാലാണ് ഹൗസ് പാക്ക് ചില്ല എത്തുന്നത്. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ഹാജാ തങ്ങളുടെയൊക്കെ പേരമക്കളിൽപ്പെട്ട ഒരുപാട് മഹാന്മാരെ ഈ മലമുകളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ മറവ് ചെയ്തവരൊക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മളിപ്പോൾ ഹൗസ് പാക്ക് ചില്ലയുടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ആലം ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ പേരിലാണ്. സാധാരണ ചില്ല എന്ന് പറയുന്നത് അവർ ഇബാദത്ത് ചെയ്ത ഗുഹകൾക്കാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്ത് ചെയ്ത ഗുഹ അല്ലെങ്കിലും അവിടുത്തെ ചില ആസാറുകൾ ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ചില്ല എന്ന് ഉപയോഗിക്കാറുള്ളത്. ഇത് കൂടാതെ ബഹുമാനപ്പെട്ടവരുടെ പേരമക്കളിൽപ്പെട്ട ഷേഖ് അഹമ്മദ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധനായിരുന്ന ബഹുമാനപ്പെട്ട സിന്ദാ ഷാ വലി റളിയല്ലാഹു അൻഹു അവരുടെ മക്ബറയും ഈ
ഇതിൻ്റെ ഉള്ളിലുണ്ട്. ബഹുമാനപ്പെട്ടവർ വഫാത്തായതിനു ശേഷം ഖബറിൽ മറവ് ചെയ്യുന്നത് വരെ ഷഹാദത്ത് കലിമ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രം പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം അജ്മീർ നഗരത്തിൻ്റെ അതിമനോഹരമായ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാനാവും. അനാസാഗർ തടാകമാണ് നമ്മൾ ആ കാണുന്നത്. ഇവിടെ അജ്മീർ ദർഗ നമുക്ക് ഇവിടെ നിന്ന് കാണും. അതുപോലെ തന്നെ നഗരത്തിൻ്റെ നല്ല വിശാലമായ കാഴ്ച. തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് പുറത്ത് അജ്മീർ കോട്ട നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഇനിയും ഒരുപാട് പടികൾ മുകളിലേക്ക് കയറിയാലാണ് നമ്മളൊക്കെ താരാഗഡ് സിയാറത്ത് എന്ന് പറഞ്ഞ് മലൻ്റെ മുകളിലേക്ക് നടന്ന് കയറാറുള്ള ദർഗ ഉള്ളത്. ഇനിയും ഒരുപാട് മുകളിലാണ്. അതിൻ്റെയൊക്കെ വീഡിയോസുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്.